പാലക്കാട് മലമ്പുഴയിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച സംഭവത്തിൽ എയോട് റിപ്പോർട്ട് തേടി ഡി. സ്കൂളിന്റെ ഭാഗത്തെ വീഴ്ച ഉൾപ്പെടെ കാര്യങ്ങളിൽ റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഐഷത്തുൽ ഷംനയാണ് ചേരുന്നത് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. ഷംന, ഇത് സ്കൂൾ അധികൃതരുടെ അറിവോടെ അല്ല നടന്നത് എന്നുള്ളത് വരുമ്പോൾ തന്നെ അവിടെ സ്കൂളിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ചയുണ്ടായി എന്നുള്ള രീതിയിൽ അത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ സ്കൂൾ അധികൃതർ അറിയേണ്ടിയിരിക്കുന്നു. കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ കരുതലുണ്ടാകേണ്ടിയിരിക്കുന്നു. ആ രീതിയിലാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തേടിയിട്ടുള്ളത്? ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന് പ്രത്യേക രഹസ്യ വിവരത്തെ തുടർന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ അന്വേഷണത്തിലേക്ക് എത്തുന്നത്. പക്ഷെ അതിനു മുൻപ് തന്നെ സ്കൂൾ അധികൃതർക്ക് കൃത്യമായി ഈ വിഷയത്തിൽ വിവരമുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് നവംബർ 29-ന് ഈ അധ്യാപകൻ കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി അതിക്രൂരമായാണ് ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നത്. അതിനുശേഷം പിന്നീട് ഡിസംബർ 18-ന് കുട്ടി സഹപാഠിയോട് കാര്യം പറയുന്നു. അങ്ങനെ പുറം ലോകം അറിയുന്നു. ഈ സഹപാഠിയുടെ രക്ഷിതാക്കൾ അന്ന് തന്നെ സ്കൂൾ അധികൃതരെ ഈ വിഷയം അറിയിച്ചതാണ്. അതേ തുടർന്ന് പിന്നെ മാനേജ്മെന്റ് ഇടപെട്ട് ഈ അധ്യാപകനെ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നു. പക്ഷെ അപ്പോൾ പോലും ഈ പോലീസിനെയോ അല്ലെങ്കിൽ ചൈൽഡ് ലൈനെയോ ബന്ധപ്പെട്ട അധികൃതരെയോ സ്കൂൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രവുമല്ല PTA പോലും അറിയിക്കാതെ, PTA ഒരു യോഗം പോലും വിളിക്കാതെയാണ് ഈ സ്കൂൾ അധികൃതർ ആ വിഷയം ഒത്തുതീർപ്പാക്കിയത്. പക്ഷെ പിന്നീട് രഹസ്യ വിവരത്തെ തുടർന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുന്നതും സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ച കണ്ടെത്തുന്നതും. അതായത് മനഃപൂർവ്വം ഈ സംഭവം മറച്ചു, അധ്യാപകനെ സംരക്ഷിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരുന്നത്. തുടർന്ന് ഇന്നലെയാണ് ഈ പോലീസ് ഈ അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. അതായത് എയോടാണ് ഈ ഡി റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് എത്രയൊക്കെ വീഴ്ച സംഭവിച്ചു, ഈ മനഃപൂർവ്വം അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത്ര ദിവസം ഇത് മറച്ചുവെച്ചു, കുട്ടികളുടെ രക്ഷിതാക്കളെ പോലും എന്തുകൊണ്ട് അറിയിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കാൻ നിർദ്ദേശമുണ്ട്. എന്തായാലും ഈ സ്കൂൾ അധികൃതർ അറിഞ്ഞ് ദിവസങ്ങളോളം ഇത് മറച്ചു വെച്ചു എന്നത് ഗുരുതര വീഴ്ചയാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരം നടപടികൾ വരുന്നത്. സ്മിത, അതെ, ഇക്കാര്യം എന്തിന് സ്കൂൾ അധികൃതർ മറച്ചുവെച്ചു എന്നുള്ളത് ഉൾപ്പെടെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. ഐഷത്തുൽ ഷംനയാണ് ഈ വിവരങ്ങൾ പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.